ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 9ൻ്റെ റിവ്യൂ. അതിരാവിലെ 4 മണിക്ക് ജിസയിൽ ആരും കാണാതെ മേക്കപ്പ് ചെയ്യുന്ന ചില ദൃശ്യങ്ങളോടെയാണ് എപ്പിസോഡ് ആരംഭിച്ചത്. അതിനുശേഷം ഡാൻസ് ആരംഭിച്ചു. എല്ലാവരും ഉണർന്നിട്ടുണയായപ്പോഴത്തേക്കും ഉണർന്നു ഡാൻസൊക്കെ ആരംഭിച്ചു. ബിഗ് ബോസ് നിർദ്ദേശിച്ചതനുസരിച്ച് ജിസൈലിനോട് അനീഷ് ജിസൈലിൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ കൊണ്ടുവയ്ക്കാത്തത് എന്താണെന്ന് നിർദ്ദേശിച്ചപ്പോൾ പിന്നെ അവിടെ ഒരു ജിസൈലും അനീഷും തമ്മിലുള്ള ചെറിയ തർക്കങ്ങൾ. ജിസൈന് സ്വന്തം വസ്ത്രങ്ങൾ മടക്കി കൊടുക്കാൻ വല്ലാത്ത മടിയാണ്. മേക്കപ്പ് ഇടാതിരിക്കാനും കഴിയില്ല. മോർണിംഗ് ടാസ്ക് ഇത്തവണ റാങ്കിങ് ടാസ്ക് ആയിരുന്നു. അതുവഴി പടിപ്പുരയിൽ കയറാനുള്ള ഒരു അവസരമായിരുന്നു എല്ലാവർക്കും ലഭിച്ചത്. ആദ്യത്തെ 1ാം സ്ഥാനത്തെത്തുന്നയാൾക്ക് പടിപ്പുരയിൽ ആദ്യത്തെ 20 സെക്കൻഡും 2ാം സ്ഥാനത്തെത്തുന്നയാൾക്ക് 15 സെക്കൻഡും പിന്നെ കയറുന്നവർക്ക് ഓരോ 10 സെക്കൻഡ് വീതം. അങ്ങനെയായിരുന്നു ആ ടാസ്കിൻ്റെ ഇത്. പക്ഷേ അനീഷ് പറഞ്ഞത് എനിക്ക് 1ാം സ്ഥാനം തന്നെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചപ്പോൾ ബാക്കിയുള്ളവർക്ക് അനീഷിന് ആ സ്ഥാനം വിട്ടുകൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം അനീഷിന് എന്തെങ്കിലും അവസരം കിട്ടിയാലോ, അനീഷിന് എന്തെങ്കിലും ഫേവർ കിട്ടിയാലോ നോമിനേഷന് വരില്ല എന്നൊക്കെ പേടിച്ച് അവർ ഒരു കാരണവശാലും അനീഷിന് കൊടുക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ ടാസ്ക് ക്യാൻസൽ ചെയ്തു. തന്മൂലം അവർക്ക് അവരുടെ സാധനങ്ങളൊന്നും കിട്ടിയില്ല, ഒന്നും എടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അനീഷിന് കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് അവരുടെ സാധനങ്ങളും കീഴെടുക്കാൻ പറ്റുമായിരുന്നു, ഫുഡ് കിട്ടുമായിരുന്നു. പക്ഷെ അവരുടെ ഈഗോ കാരണം അത് നശിച്ചു. അനീഷ് ആ പിടിയെ തന്നെ നിന്ന് തനിക്ക് 1ാം സ്ഥാനം കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പറച്ചിൽ. ആ പറച്ചിൽ കേട്ട് തന്നെ നമുക്ക് മടുപ്പ് തോന്നും. എന്നാലും അവർ മണ്ടന്മാരായതുകൊണ്ട് അനീഷിന് കൊടുക്കുമായിരുന്നെങ്കിൽ അവർക്ക് ഗുണമുണ്ടായിരുന്നു, സാധനങ്ങൾ കിട്ടിയാൻ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ കിട്ടിയാൻ. ശരിക്കും അനീഷിൻ്റെ ചുറ്റുമാണ് ഇപ്പോൾ കളികൾ. അനീഷിനെ പ്രതിരോധിക്കാനാണ് അവരുടെ ഓരോ കളികൾ. അനീഷിനെതിരെയാണ് ഇപ്പോൾ ഈ 18 പേരും. സരിക കലാഭവൻ പറഞ്ഞത് തനിക്ക് ആരുടെ അവധാനത്തിലും വസ്ത്രങ്ങളും വേണ്ട, ഫുഡൊന്നും വേണ്ട, തനിക്ക് ഓൾറെഡി 2 ജോഡി ഇവിടെ കിട്ടുന്നുണ്ട്, ഭക്ഷണം കിട്ടുന്നുണ്ട്, പിന്നെ താനെന്തിനാണ്. അങ്ങനെയാണ് ഓരോരുത്തരും. അനീഷിന് എന്തെങ്കിലും ഫേവർ കിട്ടിയാലോ എന്നാണ് അവരുടെ പേടി. അടുത്ത ആഴ്ച നോമിനേഷന് അനീഷ് വന്നില്ലെങ്കിലോ, അങ്ങനെയൊക്കെയുള്ള പേടികൾ. പുതിയ ക്യാപ്റ്റൻ ഷാനവാസ് ഇന്നു മുതൽ തൻ്റെ തട്ടകത്തിൽ പ്രവേശിച്ചു. അനീഷിനെയൊക്കെ കിച്ചണിലേക്കാക്കി. അനീഷാണ് കിച്ചൺ ടീമിലെ പുതിയ ക്യാപ്റ്റൻ. വെസലിലെ ക്യാപ്റ്റൻ നെവിൻ, ബാത്റൂമിലെ ക്യാപ്റ്റൻ ഓണിയൻ, ഫ്ലോർ ക്യാപ്റ്റൻ ശാരിക. അതിനിടയ്ക്ക് 7ൻ്റെ പണിയുമായി ബിഗ് ബോസ്, മിഡ് വീക്ക് എവിക്ഷനുമായി ബിഗ് ബോസ്. അതായത് എല്ലാവരും അവരവരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുക, അതനുസരിച്ച് ഓരോരുത്തർ മാർക്ക് ഇടുക. എന്നിട്ട് ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ 6 പേരെ സെലക്ട് ചെയ്യുക. 6 പേര് ഈ ആഴ്ചത്തെ 2-3 ദിവസം കൊണ്ട് ടാസ്ക് കൊടുക്കുക. ആ ടാസ്കിൽ പരാജയപ്പെടുന്ന 2 പേര് ഈ ആഴ്ച ചൊവ്വാഴ്ച തൊട്ട് വ്യാഴാഴ്ച വരെയുള്ള ഈ ദിവസങ്ങളിൽ പരാജയപ്പെടുന്ന 2 പേര് പുറത്താകും. അതാണ് ടാസ്ക്. എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരെയാണ് സെലക്ട് ചെയ്തത്. അനീഷാണ് ഏറ്റവും കൂടുതൽ വോട്ടുമായി 1ാം സ്ഥാനത്ത്. ഒണിയൽ സാബു, സരിക കലാഭവൻ, രേണുസുതി, രണ ഫാത്തിമ എന്നിവരാണ് ബാക്കിയുള്ള 5 പേർ. അതുകൂടാതെ അടുത്ത ആഴ്ചത്തെ എവിഷനിലേക്ക് വന്നവർ 6 വോട്ടുകളുമായി ശൈത്യ, 5 വോട്ടുകളുമായി ശരത്ത്, 4 വോട്ടുകളോടെ അനിമോൾ, ബിന്നി, ജിസൈൽ, നെവിൻ, 3 വോട്ടുകളോടെ ആര്യൻ, ആദില നൂറ, 2 വോട്ടുകളുമായി ബിൻസി. ഭാഗ്യത്തിൻ്റെ പണിപ്പെട്ടി ടാസ്കിലൂടെ നേരിട്ട് നോമിനേഷന് വന്ന ഷാനവാസ് അക്ബർ. ഈ ആഴ്ച ഒന്നിനും വരാത്തത് അഭിഷേക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മിഡ് വീക്ക് എവിഷനിൽ വന്ന 6 പേരിൽ അനീഷും പിന്നെ വലിയ കുഴപ്പമില്ലാത്ത രണ ഫാത്തിമയും മാത്രമേ ഉള്ളൂ. ബാക്കി 4 പേരും യാതൊരു ഗെയിമും ഇല്ലാത്തവരാണ്. രേണു ആയാലും, ശാരിക ആയാലും, സരിക കലാഭവനായാലും, ഓണിയൻ സാബു ആയാലും. നമുക്ക് നോക്കാം ഈ വീക്കിൽ ആരാണ് ഈ കടമ്പ കിടക്കുക എന്ന്. അനീഷും രണ ഫാത്തിമയും ഇവിടെ നിൽക്കുന്നതാണ് നല്ലത്. ബാക്കി 2 പേര് പോയാൽ ആര് പോയാലും വലിയ കുഴപ്പമില്ല. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ.